വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വന്യ വൈദികരെ, വിവിധ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന വോളണ്ടിയേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ രാഗിമിരുക്കുവാനുള്ള ഒരു പ്രവാചക ദൗത്യം ഇന്ന് ഈ ഡ്രഗ്സിറ്റിൻ്റെ ഉച്ചകോടി നമ്മെ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒടുവിൽ ഈ സമൂഹത്തിൽ ഗുണപരമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ലഹരി വിരുദ്ധ പ്രയത്നങ്ങളുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിന് പലതരത്തിൽ സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദി സമർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. പരിശുദ്ധ ബാവാ തിരുമേനി ഈ ഒരു പ്രത്യേക സംരംഭം കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹപ്രദമായ ഒരു ഉദ്യമമാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ അടുത്ത കാലത്തെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ശക്തമായി കേരള സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരെ പോരാടണം എന്നാണ്. ഈ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ഒരു മസ്തിഷ്ക സന്താനമാണ് എന്ന് തന്നെ പറയാം. പരിശുദ്ധ ബാവാ തിരുമേനിയോടുള്ള ഭക്തി, ആദരവുകൾ, സ്നേഹം എല്ലാവരുടെയും പേരിൽ സമർപ്പിക്കുന്നു. Words are really inadequate to express our heartfelt thanks to His Excellency Shri C.P. Radhakrishnan, the Honorable Governor of Maharashtra, who travelled all the way from Mumbai, accepting our invitation to inaugurate this glorious function. We are indebted to you in a great way, sir. Thank you very much. സാന്നിധ്യം കൊണ്ടും സന്ദേശം കൊണ്ടും ഇന്ന് നമ്മെ അനുഗ്രഹിച്ച വേദിയിലിരിക്കുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതശീർഷരായ പിതാക്കന്മാർ, അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി, മാർത്തോമാ സഭയുടെ സഭർഗൻ മെത്രാപ്പോലിത്ത, കത്തോലിക്ക സഭയുടെ അഭിവന്ദനായ ജേക്കബ് മുരിക്കൻ തിരുമേനി, CS സഭയുടെ അഭിവന്യ മലയിൽ സാബു കോശി തിരുമേനി, ഈ പിതാക്കന്മാരോടുള്ള പ്രത്യേക നന്ദി, സന്തോഷം സഭയുടെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ MLA ഈ പ്രദേശത്ത് നടക്കുന്ന ഈ പ്രധാനപ്പെട്ട കൂട്ടായ്മയിൽ, ഉച്ചകോടിയിൽ ഒന്ന് സംബന്ധിച്ചു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റു മതങ്ങളെ പ്രതിനിധീകരിച്ചുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഷഫീഖ് മനാനി, അദ്ദേഹം തൻ്റെ പ്രൗഢഗംഭീരമായ സന്ദേശത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ചു. ശ്രീ ഷഫീഖ് മന്നാനി അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പിതാക്കന്മാർ, വിവിധ ഭദ്രാസനങ്ങളുടെ ചുമതലയുള്ളവർ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ യോഗത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മൾ ക്ഷണിച്ച് ഇവിടെ എത്തിയ മറ്റ് അതിഥികൾ, പല പ്രസ്ഥാനങ്ങളുടെ ഡെലിഗേറ്റ്സായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നേതാക്കൾ, വോളണ്ടിയേഴ്സ്, ഇവരെല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ്. ഈ ഒരു സംരംഭം സഭ തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞ സമയം മുതൽ ഈ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ തക്കോണം ശക്തമായിട്ട് സഭയോടൊപ്പം നിന്ന നമ്മുടെ മീഡിയയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഓൾ ദ പ്രിൻറ്റ്, ഇലക്ട്രോണിക് ആൻഡ് സോഷ്യൽ മീഡിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്.
ഈ ഒരു സംരംഭം ഇത്രയും മനോഹരമായി രാവിലെ മുതൽ ഈ സമയം വരെ ഇത്രയും മനോഹരമായിട്ട് ഇത് സംഘടിപ്പിക്കത്തക്കവണ്ണം ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, പോലീസ്, സ്പോൺസേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ്, താങ്ക് യു ഓൾ ഫോർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് കോൺട്രിബ്യൂഷൻ. In closing, I would like to say that this event has been a testament to the power of collaboration and community. Let us continue to build this momentum and work towards a drug-free society and bring back the glory of this God's own country. Thank you.